Watch full episodes on Jio Hotstar. Left, right. Yes, sir. തലമുട്ടി ഞാനാകെ നക്ഷത്രം കാണാൻ തുടങ്ങിയല്ലോ. ഇതെന്റെ 20 കൊല്ലത്തൊരു വലിയ സ്വപ്നമായിരുന്നു. മോട്ടു പത്ലൂന്റെ ട്രാവൽസ് ശരിക്കും വിജയിച്ചിരിക്കുന്നു. താങ്ക് യു ഗസീറ്റാറാം. നിന്റെ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഐഡിയ നന്നായി ഫലിച്ചു. ആദ്യത്തെ ട്രിപ്പ് തന്നെ ഫുള്ളാ. നമ്മൾ ഇനി എളുപ്പം കോടീശ്വരന്മാരാവാൻ പോവാണ്. അങ്ങനെ കോടിക്കണക്കിന് സമൂസയും കഴിക്കും. അത് കൊള്ളാലോ. നിങ്ങളെല്ലാം ഗസീറ്റെ മാത്രം പൊക്കി പറയുന്നത് എന്താ? ഈ കപ്പൽ ഞാനല്ലേ ഉണ്ടാക്കിയത്. അഥവാ ഞാൻ ഈ കപ്പൽ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചിങ്കത്തിന്റെ ബൈക്ക് കയറി കടൽ യാത്ര പോവായിരുന്നോ? എന്റെ ബൈക്ക് റോഡിൽ പോലും ശരിക്കും ഓടിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് ഈ സമുദ്രത്തിൽ ഓടിക്കാൻ പറ്റുന്ന. അല്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. പോയി വേഗം ജോലി ശ്രദ്ധിക്കുക. ചിങ്കം സാറേ, നിങ്ങളാണ് സെക്യൂരിറ്റി ഇൻചാർജ്. സെക്യൂരിറ്റി ശരിയാണോ അല്ലേന്ന് ചെക്ക് ചെയ്യണം. മോട്ടോ, നീയാണ് ഡെക്കിന്റെ ഇൻചാർജ്. വേഗം ഡെക്കിലേക്ക് പോ. റൗണ്ട് റൗണ്ട് മേരി ഗോ റൗണ്ട്. ഓയ്, സെക്യൂരിറ്റി ഓഫീസറുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യം എന്താവോ? അല്ല, ഇതൊക്കെ എന്താ? മോട്ടോ, നോക്ക് അവരെന്തൊക്കെയാ ചെയ്യുന്നെന്ന്. എന്നിട്ട് നീ അതൊക്കെ കണ്ടിട്ട് ഇവിടെ ഒന്നും മിണ്ടാതെ നിക്ക. ഓ സോറി, ഞാനിപ്പോ വരാം. എന്റെ മോട്ടോ, നീ എന്തായി ചെയ്യുന്നേ? നീയല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുവാണോ എന്ന്? അതുകൊണ്ടാ ഞാൻ തുണി അലക്കാന്ന് വിചാരിച്ചത്. ഇതിനെന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? ഇത് സ്വിമ്മിംഗ് പൂളാണ്, നീന്താനുള്ള കുളമാണ്, അല്ലാതെ തുണി അലക്കാനല്ല. ഓ സോറി. അതെ, എല്ലാവരും തുണി അലക്കുന്നതൊന്ന് നിർത്തുന്നുണ്ടോ? മോട്ടോനെ രക്ഷിക്കേ. രക്ഷിക്കണേ. ചിങ്കം സാറെ, മോട്ടോനൊന്ന് രക്ഷിക്കേ. വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. ഞാനിപ്പോ വരാം. പൊളിച്ചെടുത്തല്ലോ. ഈ ചിങ്കം സാറ് ഷിപ്പിന്റെ വാതില് തകർത്തല്ലോ. ദേ വരുന്ന ഒരു ഷാർക്ക്. എന്റെ മോട്ടോ ഒന്ന് പെട്ടെന്ന് കേറി വാ. ഷാർക്ക് വരുന്നു. മോട്ടിനെ രക്ഷിക്കണേ. ഒന്ന് വേഗം വാ. എനിക്ക് തോന്നുന്നു തിമിംഗലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാന്ന്. അവന്റെ ആക്രാന്തം കണ്ടില്ലേ? എന്തെങ്കിലും ചെയ്യേ. നന്ദി പത്ലു. ഇന്ന് ഞാൻ അല്ലെങ്കിൽ തിമിംഗലത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയേനെ.
Cheers. Cheers. ഡോക്ടർ ജഡ്ക, എന്റെ വല്യേട്ടാ, മത്സ്യകന്യക, മത്സ്യകന്യക, കപ്പൽ അങ്ങോട്ട് തിരിക്കേ, അങ്ങോട്ട് തിരിക്കേ. ഏ മത്സ്യകന്യക, 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 മത്സ്യകന്യകേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. നീ എന്തിനാ പിന്നെയും പിന്നെയും ഷാർക്കിന്റെ വായി ചെന്ന് കേറുന്നേ? വല്യേട്ടാ, അങ്ങോട്ട് നോക്ക്, മത്സ്യകന്യക, മത്സ്യകന്യക. മത്സ്യകന്യക, ഡോക്ടർ ജഡ്ക, നമുക്ക് വേഗം പോവാം. ആദ്യമായിട്ടാണ് ഒരു മത്സ്യകന്യകയെ കാണാൻ നമുക്കൊരു അവസരം കിട്ടുന്നത്. വേഗം. എന്റെ അമ്മോ, ഈ വാതിലിന് എന്തിനാ എന്നോട് മാത്രം ഇത്ര ദേഷ്യം? ഞാനും വരുന്നു. എന്റെ ബ്രോ, മത്സ്യകന്യക എവിടെ? ഏ? ആ മത്സ്യകന്യക അപകടത്തിലാണ്. ഷാർക്ക് അതിനെ തിന്നാൻ പോവാ. ഏയ് ഷാർക്ക്, മര്യാദയ്ക്ക് പോയിക്കോ. ആ മത്സ്യകന്യകനെ തൊട്ടു പോരുത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. ഓയ്. ഓടിക്കോ, ഓടിക്കോ. ഡോക്ടർ ചക്ക, നമ്മളിനി എന്താ ചെയ്യാ? മന്ത്രവാദി ഷാർക്കോനി, അതാ നോക്കൂ മനുഷ്യൻ. ആദ്യമായിട്ട് ഇവിടെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. അവനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടാകും. മത്സ്യകന്യകകളെക്കാളും അവർ ഒരുപാട് ബുദ്ധിയും ശക്തിയുമുള്ളവരാ. എല്ലാ സമുദ്രങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന തുരങ്ക നിർമ്മാണത്തിൽ നമ്മളെ ഇവർ സഹായിക്കും. അത് നമുക്ക് ഗുണം ചെയ്യും. നീ സത്യമാണ് പറഞ്ഞത്. എല്ലാ സമുദ്രങ്ങളെയും ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ അവർ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വരുത്തണം. അക്കടി ബക്കടി മാന്ത്രിക വടിയെ, മാന്ത്രിക നീ കാട്ട്, ആ കപ്പലിനെ ഇവിടെ എത്തിക്ക്.
തെരേന്ന് ഷിപ്പിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം നമുക്ക് യാത്രക്കാരെ എങ്ങനെയെങ്കിലും സുരക്ഷിതരാക്കണം, എന്നിട്ട് നമ്മുടെ കാര്യം ആലോചിക്കാം. ലൈഫ് ബോട്ടിൽ കയറ്റി എല്ലാവരും ഇവിടുത്തെ പുറത്തെത്തിക്കൂ. എന്റെ അമ്മോ, ഈ കൊടുങ്കാറ്റിൽ ബോട്ട് തകർന്നു പോയല്ലോ. മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ, ഷിപ്പ് മുങ്ങാൻ പോവാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ല നിനക്ക്. നീ തന്നെ ആലോചിക്കേ. ഐഡിയ, ലൈഫ് ബോട്ട് എടുത്ത് ഷിപ്പിൽ നിന്നും കുറെ ദൂരത്തേക്ക് പോയ എല്ലാവരും രക്ഷപ്പെടും. മോട്ടോ, നീ വേഗം ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് വാ. ചെല്ല്, നിങ്ങൾ പോയി ലൈഫ് ബോട്ടിൽ ആൾക്കാരെ കേറ്റ്. അത് നന്നായി പിടിച്ച് കെട്ടിക്ക, വിടരുത്. മോട്ടോ, നീ പോയി ചവിട്ടെ പെട്ടെന്ന്. നീ ആരെയായി ചവിട്ടാൻ പറയുന്നേ? ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ. എന്റെ മോട്ടോ സിലിണ്ടറിന്റെ പിന്നിൽ ചവിട്ടാനാ പറഞ്ഞ്. അവരിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയല്ലോ. എന്തിനൊന്നും ചെയ്യണം, അല്ലെങ്കിൽ ഷിപ്പ് തകർന്നു പോകും. ഓ എന്റെ കൂട്ടുകാരെ, ക്യാപ്റ്റൻ ഷിപ്പിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. ശരി കൂട്ടുകാരെ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, ഞാൻ സിലിണ്ടറിൽ തൊഴിക്കാം. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ടാ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ച് പോവില്ല. നിങ്ങൾ പോ. ഓ വേണ്ട മോട്ടു, ഒരു നല്ല ക്യാപ്റ്റൻ ഒരിക്കലും തന്റെ ഷിപ്പ് വിട്ട് താഴെ ഇറങ്ങാൻ പാടില്ല. നമുക്ക് പിന്നീട് കാണാം. ഒരു നല്ല സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിട്ടിട്ട് ഒരിക്കലും പോകില്ല. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ കമ്പി വേഗം ഒന്ന് വിടൂ. വിടു 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 വിടൂ. കൊള്ളാലോ, നമ്മള് സമുദ്രത്തിനടിയിൽ എത്തിയിട്ടും നമുക്ക് ചുറ്റും വെള്ളമൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഏതോ എയർ ബബിളിനുള്ളിലാണ് കൂട്ടുകാരെ. എല്ലാവരും നിശബ്ദരായി നിൽക്ക്. നിങ്ങളുടെ മുന്നിൽ ഇതാ വരാൻ പോവുകയാണ് മന്ത്രവാദി ഷാർഖാനെ. ഇതാ എത്തി. ഇത് സ്വപ്നമാണ്, ഇത് സ്വപ്നമാണ്. പൊളിച്ചെടുത്തല്ലോ, ഇതേതായി ജീവി? ഏയ്, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ? ഷാർക്കോണിയുടെ കയ്യിൽ നിന്ന്, മാന്ത്രികവടിയുടെ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. മന്ത്രവാദി ഷാർക്കോനിയുടെ മാന്ത്രിക ലോകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം.
നിങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ ബോസ് ഷാർക്കാലിന്റെ അടിമകളാണ്. നിങ്ങളെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. പിന്നെ ഞാനാണ് ജിങ്കു. നിങ്ങൾക്ക് ഈ മാന്ത്രിക ഉടുപ്പുള്ളതിനാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ കഴിയും. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ഉടുപ്പിൽ ഈ കാണുന്ന ഈ ഷാർക്കിന്റെ രൂപം ചെറുതായി വരും. അത് ചെറുതായി ഇല്ലാതായാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ പറ്റാതാകും. അങ്ങനെ നിങ്ങളുടെ കഥയും കഴിയും. ഇതാണ് എന്റെ മന്ത്രത്തിന്റെ ശക്തി. സാധാരണ ഒരു മനുഷ്യന് ഞങ്ങളെ പോലെ വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാൻ കഴിയും, സംസാരിക്കാനും കഴിയും. എന്റെ കൂടെ വരൂ. ഞങ്ങൾ അങ്ങോട്ടും പോകുന്നില്ല. മൈ നെയിം ഇസ് ഇൻസ്പെക്ടർ ചിങ്കം. മര്യാദക്ക് എന്റെ മുമ്പിൽ കീഴടങ്ങുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആക്രമിക്കുവന്. അറ്റാക്ക്! ഞങ്ങൾ ആരുടെയും അടിമയാവില്ല. സോറി വല്ലേട്ടാ, സോറി. ഈ തേങ്ങകളോടൊന്ന് തിരിച്ചു പോവാൻ പറ. ഇനിയും ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, മനസ്സിലായ? എനിക്ക് അനുസരണക്കേട് ഇഷ്ടമല്ല. അടിമകൾ അടിമകളെ പോലെ ആയിരിക്കണം. പത്തിലോ നമുക്ക് ശരിക്കും വെള്ളത്തിനടിയിൽ നിന്ന് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടല്ലോ, സംസാരിക്കാനും പറ്റുന്നു. ഷാർക്കാൽ പിന്നെ അദ്ദേഹത്തിന്റെ പത്നി ഷാരുണയും എഴുന്നള്ളുന്നേ. പ്ലീസ് സ്റ്റാൻഡ്. ബോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം നൽകാൻ വന്നതാണ്. കമോൺ ഷാർക്കോണി, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നോ ബോസ്, നോ സാർ, ജസ്റ്റ് കോൾ മീ ഷാർക്കാൽ. ബോസി, സ്മൈൽ പ്ലീസ്. ആ, ഇതാണ് അങ്ങയുടെ മഹത്വം. അങ്ങ് ഞങ്ങളെ എല്ലാവരും അങ്ങേക്ക് തുല്യനായി കാണുന്നു. പക്ഷെ ഞങ്ങൾക്കതെങ്ങനെ മറക്കാൻ പറ്റും? അങ്ങ് ഞങ്ങളുടെ മാത്രം നേതാവല്ല, ഈ ലോകത്തിലെ എല്ലാ സമുദ്രത്തിലുള്ള ജീവജാലങ്ങളുടെയും നേതാവാകാൻ പോകുന്നയാളാണ്. അത് കൊള്ളാം. എന്റെ ഈ സ്വപ്നം എത്രയും വേഗം സഫലമാകാൻ പോവുകയാണ്. അതെ, സഫലമാകും ഷാർക്കാൽ, തീർച്ചയായിട്ടും സഫലമാകും. തുരങ്കത്തിന്റെ പണി വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. മധ്യ സമുദ്രത്തിൽ നിന്നും പശ്ചിമ സമുദ്രത്തിലേക്ക് നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരും. പിന്നെ ഈ പണികളൊക്കെ എത്രയും വേഗം തീർക്കുവാനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അക്കടി ബക്കടി, മാന്ത്രിക വടിയെ, മാന്ത്രികം കാണിക്ക, ഈ ചിപ്പി തുറക്കട്ടെ. ഇവരെ കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. ബോസി, സ്മൈൽ പ്ലീസ്.
ഏയ് വേണ്ട 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 ബോസ്, പാടില്ല. ഷാർക്കാൽ ഇവരെ തിന്നാൻ വേണ്ടിയുള്ളവരല്ല. മനുഷ്യന്മാരുടെ ബുദ്ധി മത്സ്യകന്യകയുടെ ബുദ്ധിയേക്കാൾ കൂടുതലാണ്. ഇവര് നമ്മുടെ തുരങ്കത്തിന്റെ പണി കുറച്ചുകൂടി വേഗതയിൽ തീർക്കും. അതുകൊണ്ട് ഇവരെ അങ്ങയുടെ അടിമകളാക്കാൻ കൊണ്ടുവന്നതാണ്. മനുഷ്യനോ? ദൂരത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഷാർക്കോണി. മനുഷ്യൻ ആദ്യമായി നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നു. ഇവിടെ ഇവർക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യൂ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കൂ. നന്ദി വലിയേട്ടാ, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാ. തിമിംഗലങ്ങളിൽ ഇത്രയും നല്ല മനുഷ്യരുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലാത്ത വിശപ്പ്. കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും ഏർപ്പാട് ചെയ്യൂ. പൊളിച്ചെടുത്തല്ല. ഇന്ന് മോട്ട് മിക്കവാറും നമ്മളെല്ലാവരെയും മുകളിലേക്ക് പറഞ്ഞു വിടുന്ന തോന്നണേ. ആദ്യമായിട്ടാണ് ഒരു അപരിചിതൻ ഷാർക്കോളിനെ ആലിംഗനം ചെയ്തത്. ഇനി എന്താകുമോ എന്തോ. എന്ത് സുന്ദര കുട്ടനായത്. നമസ്കാരം ഏട്ടത്തി. ഹലോ മോനെ. ഹലോ, ഞാൻ മോട്ടു. നിന്റെ പേരെന്താണ്? എന്റെ പേര് ഷാർക്കി. ഷാർക്കി കുട്ട, ഞാനും പത്തലവും കൂടി നിന്നെ ഡാൻസ് പഠിപ്പിക്കട്ടെ? അടിപൊളി. എപ്പോഴാണ് ഡാൻസ് പഠിപ്പിക്കുന്നേ? ശുഭകാര്യങ്ങൾ എന്തിനാ നീട്ടി വെക്കുന്നേ? വരൂ വരൂ പത്തലു, നമുക്ക് ഷാർക്കി കുട്ടനെ ഡാൻസ് പഠിപ്പിക്കാം. അടിപൊളിയായിരുന്നു. എന്റെ പേര് മോട്ടു എന്നാണ്. പിന്നെ ആ നിൽക്കുന്നത് എന്റെ കൂട്ടുകാരൻ പത്തലു. ഇത് ഡോക്ടർ ജഡ്ക, ഖസീറ്റാറാം, ഇത് ഇൻസ്പെക്ടർ ചിങ്കം. ഇനി കഥ പറയാം. പണ്ടൊരു രാജ്യത്ത് നല്ലൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. നിർത്തിക്കോ നിന്റെ അഭ്യാസങ്ങളെല്ലാം, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഈ ലോകത്തെ എല്ലാ സമുദ്രങ്ങളെയും അണ്ടർ വാട്ടർ ടണൽ വഴി ബന്ധിപ്പിച്ച് സമുദ്ര ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും രാജാവായി മാറാൻ പോവുകയാണ്. അതെങ്ങനെ സംഭവിക്കും? അങ്ങോട്ട് നോക്ക്. അങ്ങനെ പിന്നെ നിങ്ങൾ ഈ ടണൽ പണിക്ക് വേണ്ടി മത്സ്യകന്യകമാരെ സഹായിക്കണം. ഇന്നു മുതൽ നിങ്ങൾ എന്റെ അടിമകളാണ്. ഈ ജീവിതകാലം മുഴുവനും ഇവിടെ കഴിഞ്ഞോളണം. ഞങ്ങൾ ഒരു ജോലിയും ചെയ്യില്ല. നിങ്ങളുടെ അടിമകളാവാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ മനുഷ്യരാണ്. ഭൂമിയുടെയും ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും രാജാക്കന്മാരാണ്, അല്ലാതെ അടിമകളല്ല. ഞങ്ങളെ എല്ലാവരും രാജാക്കന്മാരായിട്ടാണ് കാണുന്നത്. മോട്ടു, നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ പറയണേ? മിക്കവാറും അവന്മാര് നമ്മുടെ കഥ തീർക്കുന്ന തോന്നണേ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ശരി, മോട്ടുവിനെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകൂ. സത്യത്തിൽ നല്ല വിശപ്പ്. പൊളിച്ചെടുത്തല്ല. മോട്ടുവിന്റെ ഈ ഡയലോഗ് ഏറ്റവും തോന്നണേ. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾ ആകാശം ഭൂമി സ്വർഗ്ഗത്തിലെ രാജാക്കന്മാരാണ്. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടിമകളായിരിക്കില്ല. ആ ശരി, ഇവരെല്ലാവരെയും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇവർക്കും കുടുംബങ്ങളുള്ളതല്ലേ? അവരും ഇവരും അന്വേഷിക്കുന്നുണ്ടാകും. നീ വെറുതെ ഇരിക്കുക. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വെറുതെ ഇടപെടണ്ട. ഇവനെ ഞാൻ കഴിക്കാം. ഇത് എന്റെ ഇരയാണ്. ഇവനെ ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് ആരാണോ ഇരയെ പിടിക്കുന്നത് അത് അവനുള്ളതാണ്. അതാദ്യം നീ മനസ്സിലാക്ക്.
ഇവരെ ഷാർക്കാലിന്റെ ഉത്തരവ് പ്രകാരം ഡൈനിങ് ടേബിളിൽ എത്തിച്ചതാണ്. ഈ സമയം ഇവൻ ആരുടെ ഡൈനിങ് ടേബിളിലാണോ അവരുടെ ഭക്ഷണമായിരിക്കും. നീ ഇവിടുന്ന് വേഗം സ്ഥലം വിട്. മന്ത്രവാദി ഷാർക്കോണി, നിന്റെ ഈ മന്ത്രവാദമൊക്കെ ഞങ്ങളുടെ ഷാർക്കുകളുടെ അടുത്ത് നടക്കില്ല. അത് നിനക്ക് അറിയാവുന്നതല്ലേ. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഷാർക്കാൽ, ഞാൻ ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല. നമ്മുടെ നിയമങ്ങൾ പരിപാലിക്കണമെന്ന ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ അപ്പൊ ഡൈനിങ് ടേബിളിലോട്ട് വരാൻ പറഞ്ഞത്? എനിക്ക് ഭക്ഷണം തരാനായിരുന്നില്ലേ? ഈ ധൈര്യശാലിയായ മനുഷ്യനെ ഞാൻ കഴിക്കാം. ബോസ് ഇയാളെ എനിക്കാണ് കഴിക്കാൻ വേണ്ടി തന്നത്. ഞങ്ങള് മനുഷ്യരാണ്. ഞങ്ങൾ ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും എവിടെയും ജോലി ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞതുപോലൊക്കെ ചെയ്തോളാം. ഇപ്പൊ നിങ്ങളൊക്കെ സ്വയം അടിമകളായി മാറിയിരിക്കുകയാണ്. ബോസി സ്മൈൽ പ്ലീസ്. ഇവരെ തുരങ്കത്തിലേക്ക് പണിയെടുപ്പിക്കാൻ കൊണ്ടുപോ. എനിക്ക് അവരുടെ അടുത്ത് ഡാൻസ് പഠിക്കണം. ഇല്ല, അവൻ ചതിയനാണ്. അവൻ നിന്നെ ചതിക്കും. ബോസ് നിങ്ങൾ എന്റെ മർദ്ദനയുടെ കൂടെ കളിക്കാൻ വിടുന്നില്ല, മോട്ടുവിന്റെ കൂടെ കളിക്കാൻ വിടുന്നില്ല, എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കുട്ടന്റെ അച്ഛനെ ബോസ് എന്ന് വിളിക്കരുത്, പപ്പാന്ന് വിളിക്കണം. പപ്പയെ പപ്പാന്ന് വിളിക്കും, ബോസിനെ ബോസ് എന്ന് വിളിക്കും. ഇതെന്റെ ബോസാണ്. പോകാം, നിങ്ങൾക്കുള്ള ബസ് വന്നിരിക്കുന്നു. കേറിയിരുന്നോ? അല്ല, ഇതെന്ത് ടാക്സിയാ? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയല്ലേ? ടാക്സി. അതേത് ടാക്സിയാ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ കാണുമ്പോ നഗരങ്ങൾ പോലും തോറ്റുപോകും. മതി മർദീന, എനിക്കിനി വേണ്ട. പണിയെടുക്ക്, ഇരിക്കരുത്. ഇല്ലെങ്കിൽ പ്രായമുള്ളവരടുത്തൊക്കെ ഇങ്ങനെയാ പെരുമാറുക. നാണമില്ലേ നിനക്ക്? ഹായ്, എന്റെ പേര് മർദീന എന്നാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഷാർക്കിയുടെ കൂട്ടുകാരി മർദീനയാണോ? ആ, പക്ഷേ ഷാർക്കാൽ എന്റെ അടുത്ത് കളിക്കാൻ പോലും വരുന്നില്ലല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങ് വേഗം. മോട്ടു, ഇന്ന് നിന്നെ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മോട്ടു പത്ലു, നിങ്ങളുടെ പണി തുടങ്ങ്. ഓ, അത് ശരി. നീ എന്നെ ഭക്ഷിക്കാൻ വന്നാണോ? എന്നാ ഭക്ഷിക്ക്. പൊളിക്കാണ്.
അടുത്തല്ലോ. ഈ തുരങ്കത്തിൽ എന്ന് പണി എടുത്തെടുത്ത് എന്റെ തല മുഴുവനും വേദനിച്ചിട്ട് വയ്യ. ഞാനൊരു ഇൻസ്പെക്ടറായിട്ട് പോലും എന്നെ കൊണ്ട് ഈ തുരങ്കത്തിൽ പണിയെടുപ്പിക്കുകയാണ്. ഓ ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ഒരു സാധാരണക്കാരനെ പോലെ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു ഇവര്. സാധാരണക്കാരെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ നോക്കുന്നത്? അതെ, ഞങ്ങള് സാധാരണക്കാരൊന്നും അല്ല. വെറുതെ തല്ലുകൊണ്ട. അത് നോക്ക്, എത്ര സുന്ദരമായ പാർക്കാ. ഇത് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. കിന്തോഷ് വരുന്നു, കിന്തോഷ് വരുന്നു. മോട്ടോ അതിന്റെ ഭക്ഷണം ആവണ്ടെങ്കിൽ വേഗം എവിടെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കേ. ഇവിടെ വന്നാലും ഒരു സമാധാനം കിട്ടൂലെന്ന് വെച്ചാ. ആരെങ്കിലും ഷാർക്കിയെ രക്ഷിക്കണേ പ്ലീസ്. എന്റെ ഷാർക്കിയെ രക്ഷിക്കണേ പ്ലീസ്. മമ്മി, മമ്മി, മമ്മി. പത്തിനാണ് നമ്മുടെ ഷാർക്കി കുട്ടനാ. അവനെ രക്ഷിക്കണം, വരൂ. എന്റെ പൊന്നു കുതിര ഒന്ന് വേഗം പോ. മമ്മി, മമ്മി, മമ്മി. ആ ഷാർക്കാലായുടെ കുഞ്ഞിനെ രക്ഷിച്ചേ പറ്റൂ. വേഗം പോ. എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിക്കവിടെ. ഞാൻ എന്റെ സുഹൃത്തിനെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. അവൻ എന്റെ സഹായം ആവശ്യമുണ്ട്. Hey, why fear when Chingam is here? എന്റെ അമ്മോ. മമ്മി, മമ്മി. രക്ഷിക്കണേ. നിങ്ങൾ ഇവനെ ഒന്ന് പിടിക്കും, ഞാൻ ഇപ്പൊ വരാം. എന്റെ കൂട്ടുകാരൻ അവിടെ അപകടത്തിലാ. Thank you, Motu, thank you. രക്ഷിക്കണേ. എടാ, എന്റെ കൂട്ടുകാരന്റെ പുറകെ നിന്ന് മാറിക്കോ. നിന്റെ ഭക്ഷണം ഈ നിൽക്കുന്ന ഞാനാ എടുത്തത്. എന്റെ കൂടെ ഏറ്റുമുട്ട്.
ഐഡിയ. വേണ്ട മമ്മി, അമ്മേ, രക്ഷിക്കണേ. മോട്ടു പത്ലുവിന്റെ ജയ്, മോട്ടു പത്ലുവിന്റെ ജയ്. ഷാർക്കിയെ നീ രക്ഷിച്ചു. ഇനി നിന്നെ ആരാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത്? മോട്ടു, നീ എന്റെ മകനെ രക്ഷിച്ചു. നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മോട്ടു, താങ്ക് യു. നിങ്ങൾ വളരെ ധൈര്യശാലിയാണ്. എന്ത് നല്ല ഫൈറ്റിംഗ് ആയിരുന്നു. മോട്ടു, നിനക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ വളരെ സന്തുഷ്ടനാണ്. പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ ഒരു ആഗ്രഹം ഞാൻ തീർച്ചയായിട്ടും നടപ്പിലാക്കി തരും. ആ, നിനക്കെന്തും ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മോചനം ഒഴികെ. അത് മാത്രം നിനക്ക് ഞാൻ തരില്ല മോട്ടു. നിങ്ങൾ ഇന്നു മുതൽ ഷാർക്കിക്കുട്ടനെയും മർദ്ദനെയും ഒരുമിച്ച് കളിക്കാൻ സമ്മതിക്കണം. അതിനെതിരെ നിൽക്കരുത്. നീ ഇതെന്താണ് ചോദിച്ചിരിക്കുന്നത്? നിനക്ക് വേണ്ടി എന്തെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? ഇവനിപ്പോ കുട്ടിയാണ്. ഇവനിപ്പോ കൂട്ടുകാരുമായിട്ട് കളിച്ചില്ലെങ്കിൽ പിന്നെ ഇവന്റെ കുട്ടിക്കാലം വെറും ഒരു കാരാഗ്രഹ ജീവിതം പോലെ ആയിത്തീരില്ലേ? മോട്ടു, നിങ്ങൾ വളരെ നല്ലവനാണ്. വളരെ 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 നല്ലവൻ. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഒരുപാട് 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 നന്ദി. ബോസി, സ്മൈൽ പ്ലീസ്. ഇതാണ് നിങ്ങളുടെ ജയിൽ. പകല് മുഴുവൻ നിങ്ങൾ പണിയെടുക്കുന്നു, രാത്രി ഇവിടെ വന്ന് വിശ്രമിക്കുന്നു. പറഞ്ഞത് മനസ്സിലായോ? മോട്ടു പത്ലു, നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഷാർക്കിയെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. മർദ്ദീനെ നിനക്കറിയാമോ? മോട്ടുകാരനാണ് ഇപ്പൊ നമുക്ക് കാണാൻ പോലും പറ്റിയത്. മോട്ടു, നിങ്ങളും ഞങ്ങളുടെ കൂടെ കളിക്കോ പ്ലീസ്? പിന്നെന്താ, തീർച്ചയായിട്ടും കളിക്കാം. മോട്ടുവിന്റെ മട്ടും ഭാവൊക്കെ കണ്ടാ തോന്നും നമ്മളെന്തോ ഇവിടേക്ക് പിക്നിക്കിന് വന്നിരിക്കുകയാണെന്ന്. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ, നമ്മളിവിടുത്തെ അടിമകളാണെന്ന്. അമ്മാവ, ഞങ്ങളോ ഇവിടെ കുടുങ്ങിപ്പോയി. പക്ഷെ നിങ്ങൾ എന്തിനാ ഇവരുടെ അടിമകളായി നിൽക്കുന്നത്? ഓടി രക്ഷപ്പെട്ടുകൂടെ? എന്റെ മകൻ മാർജിൻ മർദീനയുടെ അച്ഛനുമാണ്. മാർട്ടീന മർദീനയുടെ അമ്മയാണ്. അവർ ഷാർക്കാലയുടെ നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ മന്ത്രവാദി ഷാർക്കോനി ഷാർക്കാളിനെ പ്രലോഭിപ്പിച്ചു. സമസ്ത സമുദ്രങ്ങളുടെയും രാജാവാക്കാമെന്ന് പറഞ്ഞു. എന്റെ മകനെയും അവന്റെ ഭാര്യയെയും ഓരോന്ന് പറഞ്ഞ് ചതിച്ചു. മത്സ്യകന്യകളെ അടിമകളാക്കി തുരങ്ക നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഇതെല്ലാം ആ മന്ത്രവാദി ഷാർക്കോനിയുടെ ചതിപ്രയോഗമായിരുന്നു. അക്കടി പക്കടി മാന്ത്രിക വടിയേ, ആലോചിക്ക് ബോസ്, ആലോചിക്ക്.
നമ്മുടെ എല്ലാ സമുദ്രങ്ങളെയും ഒരു തുരങ്കം വഴി ബന്ധിപ്പിച്ചാൽ നമുക്കൊരു സമുദ്രത്തിൽ നിന്ന് മറ്റൊരു സമുദ്രത്തിലേക്ക് വളരെ എളുപ്പം പോകാനാവും. അങ്ങനെയാണ് മനുഷ്യർ ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തിലേക്ക് പോകുന്നത്. പിന്നെ അങ്ങ് ഈ ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളുടെയും രാജാവായി മാറും. അങ്ങ് വിശ്വസാഗരങ്ങളുടെ ചക്രവർത്തി. ആലോചിക്കും ബോസ്, ആലോചിക്ക്. അങ്ങയെ ആർക്കും തടയാനാവില്ല. കാരണം അങ്ങയോടൊപ്പമുണ്ട് എന്റെ മാന്ത്രിക വടി. അക്കിടി മക്കിടി മാന്ത്രിക വടി. മഹാരാജാവേ, പക്ഷേ തുരങ്കമുണ്ടാക്കുന്നത് ആരാണ്? മത്സ്യകന്യകമാർ ഉണ്ടാക്കും ബോസ്. എനിക്കറിയാം മാർജിൻ ഇക്കാര്യത്തിൽ അങ്ങയ്ക്കെതിരായി നിൽക്കും. പക്ഷെ ഞാൻ അതെല്ലാം നോക്കിക്കോളാം ബോസ്. പക്ഷെ അവന്റെ വാൾ അതറിയാം. അവന്റെ വാളിനും നല്ല ശക്തിയുള്ളതാണ്. എന്റെ മാന്ത്രിക വടിയേക്കാൾ ശക്തിയുള്ളതാണെന്ന്. പക്ഷേ ഞാൻ എന്റെ ബുദ്ധി കൂർമ്മത കൊണ്ട് അവനെ തോൽപ്പിക്കും. കാരണം ഷാർക്കോണിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഞാൻ ഈ സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ബോസാവുന്നത് തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുകയില്ല. നിനക്കും പറ്റില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ നിനക്കതിന് ഒരിക്കലും സാധിക്കില്ല. മാർജിൻ ഷാർക്കോണിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ഞങ്ങൾ മാർജുനെ രക്ഷിക്കാം. നിങ്ങൾ എന്റെ അമ്മയെയും അച്ഛനെയും രക്ഷിക്കോ? താങ്ക്സ്, വളരെയധികം നന്ദിയുണ്ട്. കരയണ്ട മർദീന, കരയണ്ട. കരഞ്ഞിരുന്ന ദിവസങ്ങളൊക്കെ ഇനി തീർന്നു. ഇനി ഈ കണ്ണീന്ന് കണ്ണീര് വരുവാണെങ്കിൽ അത് സന്തോഷം കൊണ്ട് മാത്രമായിരിക്കണം. ഇതെന്റെ മകൻ മാർജിന്റെ വാളാണ്. ഇതിലൊരു മന്ത്രവാദവും ഫലിക്കില്ല. ഇതിലൊന്ന് അമർത്തിയാൽ നല്ല ശക്തിയുള്ള കിരണങ്ങൾ പ്രസരിക്കും. അതിന് കല്ലിനെ പോലും പിളർക്കാൻ കഴിയും. ഇതെന്റെ മകനെ എത്തിച്ചു കൊടുക്കൂ. പിന്നെ ആ മന്ത്രവാദിക്ക് എന്റെ മകനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അമ്മാവാ. അല്ല, നിനക്കൊരു വാള് പൊക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങോട്ട് താ, ഞാൻ എടുക്കാം. ഇവർ നിന്നെ നിന്റെ യജമാനന്റെ അടുത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. പൊക്കോളൂ ഇവരുടെ കൂടെ. മോട്ടു, ഇതാ പിടിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവനെ ഉയർത്താൻ കഴിയും. പൊളിച്ചടത്തല്ലോ. അല്ലെങ്കിൽ നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. മോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാണല്ലോ. മോട്ടുപത്ലു ചെയ്യുന്നത് വളരെ ശരിയാണ്. ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. എന്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. നിങ്ങൾ എല്ലാവരും പോവല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ വരുവോ ചങ്കേ? ഓ ഓഹോ ഓഹോ
ഇത് കൊള്ളാലോ. ഈ പാറ ഭയങ്കര ഇൻഫ്ലേമബിളാ. വെള്ളത്തിനകത്ത് വരെ കത്തി നിൽക്കും. ഇതെടുത്ത് ഉരച്ചു നോക്ക്, ഇത് നന്നായി കത്തിക്കോളും. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട് മോട്ടു. അമ്മാവൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് മന്ത്രം ചൊല്ലണമെന്നും ഇല്ലെങ്കിൽ ഒന്നും കാണില്ലെന്നും. അതുകൊണ്ട് ഞാൻ മന്ത്രം ചൊല്ലാൻ പോവുക. അക്കടി ബക്കടി, ഞങ്ങളുടെ കൺമുമ്പിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും തെളിഞ്ഞു വരട്ടെ. ഓ കൊള്ളാലോ, ഇത് CPOയുടെ പൂന്തോട്ടമാ. പക്ഷെ CPO ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ഇരിക്കാറില്ലല്ലോ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. പൊളിക്കടുത്തല്ലോ, എനിക്ക് പേടിയായിട്ട് വയ്യ. Why fear when Chingam is here? The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. മദീനയുടെ അച്ഛനമ്മയും ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. മനസ്സിലാവുന്നില്ലല്ലോ, ഈ ചിങ്കം കരയുവാണോ അല്ല മലയാളത്തിലെ പറയുവാണോ? മതി, എന്നെ കടിക്കല്ലേ, നിർത്ത്. സമുദ്രത്തിന്റെ ഭാഷയിൽ ഞാൻ നിന്നോട് പറയാണ്. മതി, എന്നെ കടിച്ചത് നിർത്ത്. മത്സ്യകന്യകളുടെ രാജാക്കളായ മാർജിനും മറീനയും ആ ചെടിക്കുള്ളിലാവും ഉണ്ടാവുക. എല്ലാവരും അവരുടെ കയ്യിലുള്ള പന്തം മുറുക്കെ പിടിച്ചോ. എന്നിട്ട് അതിന്റെ തീ കാണിച്ച് CPOയെ ദൂരേക്ക് ഓടിക്കാം. എന്നിട്ട് വേഗം നമുക്ക് ആ ചെടിയുടെ അടുത്തേക്ക് എത്താം. കൊള്ളാം, നല്ല ഐഡിയ തന്നെ. എല്ലാവരും വരൂ. മമ്മി, എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോണേ. ഇനി മോട്ടുവിനെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താനാവില്ല. ഇന്ന് ഈ ലോകം മുഴുവനും അറിയും ഈ ശലാക്കയുടെ കയ്യിൽ നിന്ന് അവന്റെ ഇരയെ ആർക്കും തട്ടിയെടുക്കാനാവില്ലെന്ന്. നീ ഇവിടെ എത്തിയോ? ഇനിയെങ്കിലും നിനക്ക് എന്നെ വിട്ടൂടെ? എനിക്കിവിടെ ഒരുപാട് ജോലിയുള്ളതാ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. മോട്ടു, എന്റെ രോഗികളാണ് സത്യം. ഇനി ഞാൻ മേലാൽ ഈ സമുദ്രത്തിലേക്ക് വരില്ല. ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്റെ ദൈവമേ. മമ്മി, രക്ഷിക്കണേ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ അമ്മോ, അമ്മച്ചി, stop in the name of law. ഈ കടൽ വെള്ളത്തിന്റെ ഉപ്പാണ് സത്യം, രാജാറാണിയാണ് സത്യം. Stop. No. വിടൂ, എന്റെ കൂട്ടുകാരെയൊക്കെ വിടാന് പറഞ്ഞത്. മോട്ടു, ആ വാളെടുത്ത് ഉപയോഗിക്ക്. ഇതുങ്ങൾക്ക് ഷാർക്കുകളെ പേടിയില്ല. എന്നെ രക്ഷിക്ക് മോട്ടു. മോട്ടു, മോട്ടു, ഞാൻ നിന്നെ കഴിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ നീ എന്റെ ജീവൻ രക്ഷിച്ചു. നീ വളരെ നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. ഇനി ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് മാർജിനെ പോയി രക്ഷിക്കാം.
നിൽക്കുക. പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. അക്കടി മക്കടി അടഞ്ഞ ചെടിയെ നീയൊന്ന് വേഗം തുറക്ക്. എത്രയും പെട്ടെന്ന് തുറക്ക്. സാറേ, ഇന്ന് വാങ്ങിച്ചോളൂ. നിങ്ങളുടെ ഈ വാള് തരാൻ വന്നതാണ് ഞങ്ങൾ. ഓ, അപ്പൊ നിങ്ങളാണോ മോട്ടു പത്ലു? പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായത്? ഞങ്ങൾക്ക് വെള്ളത്തിൽ കൂടെ വരുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ കഴിയും. ഞങ്ങള് ജയിലിലാണെങ്കിലും എല്ലാം കേൾക്കാൻ കഴിയും. മോട്ടു പത്ലു, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഷാർക്കോണിൽ നിന്നും ഞങ്ങളുടെ ആളുകളെ എനിക്ക് രക്ഷിക്കണം. നിങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഷാർക്കോണിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. മോട്ടു പത്ലു, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്റെ മന്ത്രം ഉപയോഗിച്ച് ഇവരെ രക്ഷിക്കാമെന്നോ? അത് വെറും സ്വപ്നം മാത്രമായിരിക്കും. അർജുൻ, ഞാൻ മന്ത്രവാദികളുടെ മന്ത്രവാദി ഷാർക്കോനിയാണ്. നീ ഷാർക്കോനിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികതയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയോ? അർജുൻ, വാൾ എനിക്ക് തരൂ. എന്നിട്ട് തിരിച്ച് നിന്റെ ജയിലിലേക്ക് പോകൂ. ഇല്ലെങ്കിൽ മർദീന എന്റെ കയ്യിലിരുന്ന് ഇഞ്ചിഞ്ചായി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ചെല്ല തിരിച്ച് ജയിലിലേക്ക് ചെല്ല. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി എന്റെ ആളുകളെ ബലിയർപ്പിക്കാൻ തയ്യാറല്ല. നമുക്ക് യുദ്ധം ചെയ്യാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ മർദീന. വാള് വലിച്ചെറിയൂ, അല്ലെങ്കിൽ ഈ വിശന്നു വലഞ്ഞു നടക്കുന്ന ഷാർക്കുകൾ ഇതിനെ തിന്നുകളയും. ഒന്ന് നിർത്ത്. നമുക്ക് യുദ്ധം ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ആദ്യം മർദീനയെ രക്ഷിക്കാൻ നോക്ക്. പോ, ഇവിടുന്ന് ദൂരേക്ക് പോ. തക്കിഷാർ ഹാലിന്റെ കയ്യിലേക്ക് പോ. ഇനി മർദീനെ വിടൂ. ഷാർക്കോണി, നീ നിർത്ത്. നീ ചെയ്തു കൂട്ടുന്നതിനെല്ലാം നീ അനുഭവിക്കും. നീ ഇതെല്ലാം ഓർത്ത് ഒരു ദിവസം പശ്ചാത്തപിക്കും. ചെയ്തു കൂട്ടുന്നതിനെല്ലാം അനുഭവിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഇടയിൽ മാത്രമുള്ളതാണ്. ഇത് സമുദ്രലോകമാണ്.
ഇവിടെ വലിയ മീനുകൾ ചെറിയ മീനുകളെ തിന്നും. ഇവിടെ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. കള്ളം പറയരുത്. സമുദ്രത്തിൽ അതിനെവിടുന്ന നിയമങ്ങളൊക്കെ? നല്ലൊരു തമാശയായിരുന്നു, പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമായില്ല. നിങ്ങൾ ഷാർക്കാലിന്റെ വാക്കുകളെ ധിക്കരിച്ച് ദേശദ്രോഹം ചെയ്തിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ഇതെവിടെ എത്തിയിരിക്കുന്നേ? ഇവിടെ ഒരുപാട് കാഴ്ചക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എന്തോ ഉത്സവമാണ് കേട്ടോ. പക്ഷെ ഇവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും ഒരു കടകളും കാണുന്നില്ലല്ലോ. പൊളിക്കടുത്തല്ലോ. എന്റെ മോട്ടു, നിനക്ക് ഈ സമയത്ത് വിശപ്പാണോ? എന്റെ വിശപ്പൊക്കെ അപ്പോഴേ പോയി. Smile, please. കൂട്ടുകാരെ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഷാർക്കാലിന്റെ ജന്മദിനത്തിൽ ചില ദേശദ്രോഹികൾ ഒക്ടോപാഡിനോടൊപ്പം യുദ്ധം ചെയ്യേണ്ടതാണ്. ഇത്തവണ ദേശദ്രോഹികളായിരിക്കുന്നത് മോട്ടുവും പത്ലുവും പിന്നെ അവരുടെ കൂട്ടുകാരുമാണ്. ഒക്ടോപാഡിനു വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കൂ. ഒരു മിനിറ്റ്. നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് പിറന്നാൾ ദിവസങ്ങളിൽ തടവുകാരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് യുദ്ധം ചെയ്യാറുള്ളത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ യുദ്ധവും നടത്തില്ല. ശരി മേഡം, പക്ഷെ ഇങ്ങനൊരു നിയമം കൂടിയുണ്ട്. ആരെങ്കിലും ഒക്ടോപാഡിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അവരെ എന്നേക്കുമായി സ്വതന്ത്രരാക്കുന്നതാണ്. കൊള്ളാം. അപ്പൊ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് അല്ലേ? അല്ല, ഇതിന്റെ കൂടെയാണോ യുദ്ധം ചെയ്യേണ്ടത്? എന്നാ വന്നോളൂ, ആ കൈ കൊണ്ട് തന്നോളൂ. ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. അല്ലേ കൂട്ടുകാരെ? ഇത് ചതിയാണ്. അവര് സമ്മതിച്ചതാണ്. അതുകൊണ്ട് യുദ്ധം നടക്കുക തന്നെ വേണം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ ഭാരതമാതാവിന്റെ മീത് സത്യം ചെയ്യുന്നു. ഞാനാണ് സത്യം. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടുന്നത് പോസിബിൾ ആണ്. അല്ലല്ല, ഇംപോസിബിൾ ആണ്. നിങ്ങൾ എന്താ തലതിരിച്ചൊക്കെ പറയുന്നത്? ഓടിക്കോ. ഇതിനെ കണ്ടപ്പോ ഞാൻ പേടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താ പറയേണ്ടത്, എന്താ പറയേണ്ടാത്തത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മോ! എന്റെ അമ്മേ, പൊളിക്കടുത്തല്ല. ഇനി അവരെ വിട്ടയക്കാൻ പറയൂ. ഇല്ല,
കഴിഞ്ഞിട്ടില്ല. യുദ്ധം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്റെ പത്തലോ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ഷാർക്കി, നീ നമ്മുടെ ചിങ്കത്തിനെയും കൊണ്ട് ഷിപ്പിലേക്ക് പോ. അവിടുന്ന് സമൂസ എടുത്തിട്ട് വാ. എന്റെ അമ്മോ, ഈ ഐഡിയ കൊള്ളാം. ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. സമോസ കഴിച്ച പിന്നെ മോട്ടു യുറ്റങ്ങളൊക്കെ മുകളിലേക്ക് അയച്ചുവിടും. ഷാർക്കി, നിക്ക്, പിടിക്കവരെ. എന്റെ അമ്മച്ചി, ചിങ്കത്തിനെ പിടിക്കുന്നത് എംപോസിബിൾ. മോട്ടു, എന്നാ പിടിച്ചോ സമോസ. ഹായ്, പൊളിച്ചേ. മോട്ടു, ഇതാ മാർജിന്റെ വാള്. നിന്നെ കൊല്ലാനായിട്ട് എനിക്ക് ചെറിയൊരു കല്ല് മാത്രം മതി. ഷാർക്കോനി, നിന്റെ കളിയൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മോട്ടുവിനെയും പത്തലുവിനെയും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കൊരിക്കലും ഈ ലോകത്തിന്റെ രാജാവാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ രണ്ടുപേർക്കും എന്റെ ആഗ്രഹങ്ങളെ തടയുവാനാവില്ല. എന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ ഈ സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും രാജാവായി മാറും. പിന്നീട് എന്നെ ആർക്കും തടയാനാവില്ല. ആർക്കും. ഇത് നോക്കു ഷാർക്കാൽ, എല്ലാം നശിപ്പിച്ചിട്ട് അവൻ രാജാവാകാനുള്ള പരിപാടിയാ. അതിനൊരിക്കലും അനുവദിക്കരുത്. ഷാർക്കാൽ, എന്റെ വലിയേട്ടാ, ഇവന്റെ ഒറ്റൊരുത്തന്റെ വാക്ക് കേട്ടാ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തിനെയും പിരിയേണ്ടി വന്നത്. മനസ്സിലായോ? ഇവൻ നിങ്ങളെ എന്തുമാത്രം വിട്ടിയാക്കിയിട്ടുണ്ടെന്ന്. ഷാർക്കുനി, നീ എന്താണ് ഈ പറയുന്നത്? ലോകത്തിന്റെ രാജാവാകാൻ പോകുന്നത് നീയോ അതോ ഞാനോ? ഞാൻ ഈ ലോകത്തെ എല്ലാ സമുദ്രങ്ങളുടെയും രാജാവായി മാറും. ഇതെന്റെ സ്വപ്നമാണ്. എന്റെ
ഞാൻ നിന്നെ വെറുതെ കൂടെ നിർത്തിയതാണ്. നിന്നെ ഞാൻ വെറുതെ പറ്റിക്കുകയായിരുന്നു. കാരണം ഷാർക്കുകളുടെ മേൽ എന്റെ മന്ത്രം വലിക്കുകയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഷാർക്കുകളുടെ സഹായവും ആവശ്യമായിരുന്നു. ഇനി മോട്ടു പത്ലുവിനും അവന്റെ സുഹൃത്തുക്കൾക്കും എന്നെ തടയാനാവില്ല. ഭടന്മാരെ, പിടിക്കുവനെ! ഷാർക്കോണിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ആർക്കും. അക്കടി പക്കടി മാന്ത്രിക വടിയെ മാന്ത്രിക നീക്കാട്ട്. ഇനി മോട്ടു പത്ലുവിനെ ആർക്കും രക്ഷിക്കാനാവില്ല. ആർക്കും തന്നെ സാധിക്കില്ല. ഭടന്മാരെ, ഷാർക്കോനിയെ പിടിക്കുക. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. രക്ഷിക്കണേ. പതുക്കെ വലിക്കോ ചങ്കുകളെ. നമുക്ക് ഇവിടുന്ന് ദൂരത്തേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ കാരണം ഇവര് കൂടെ അപകടത്തിലാകും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഒച്ച വെച്ചോണ്ടിരിക്കുന്നത്? വരൂ എന്റെ കൂടെ. ഷാർക്കോണിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ പോകുന്നില്ല. താഴത്തേക്ക് പോ, താഴത്തേക്ക്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശ്വാസം കിട്ടില്ല. ആ കാണുന്ന കാടിനകത്തേക്ക് പോ.
ശക്തിയിൽ നിന്ന് മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. നിങ്ങളിത് എങ്ങനെ എന്നെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കൂ? നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്റെ സമയം തുടങ്ങാൻ പോവുകയാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിയില്ലേ? എന്തെങ്കിലും ചെയ്യേ, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഐഡിയ ഷാലാക്ക, നീ എത്രത്തോളം മുകളിലേക്ക് പോകാൻ പറ്റുന്നോ അത്രത്തോളം മുകളിലേക്ക് പോ. നിനക്ക് കഴിയുന്നത്ര മുകളിലേക്ക് എത്തുമ്പോൾ മോട്ടു, നീ നിന്റെ കയ്യിലുള്ള മാന്ത്രിക വാളെടുത്ത് അവരുടെ നേരേക്ക് വീശ്. ഷാർക്കോണിയുടെ കളികളും അവന്റെ മന്ത്രവാദങ്ങളും എന്നേക്കുമായി അവസാനിച്ചു. ഇവനെ കൊണ്ടുപോകും, ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി ആറുമാതിക്കൂ. ഓ, കൊള്ളാമല്ലോ. ഇന്ന് അച്ഛനും മകനും വളരെ സന്തോഷത്തിലാണല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്നെ വലിയൊരു തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ സഹകരണം കൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണ് നിങ്ങളെ നന്ദി അറിയിക്കേണ്ടതെന്ന്. ഷലാക്ക, മോട്ടുവിനെയും പത്ലുവിനെയും എവിടുന്നാണ് കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുചെന്നാക്ക്. വേഗം ചെല്ല്. ഇനി നമ്മൾ കാണില്ലേ? പിന്നല്ലാതെ, മുകളിലുള്ളവൻ തീരുമാനിച്ചാൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്നിട്ട് കുറെ ഗെയിമും കളിക്കാലോ. ഷാർക്കാൽ, നീ ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഹൃദയങ്ങളെ കീഴടക്കാൻ ശ്രമിക്ക. പിന്നീട് അങ്ങോട്ടെല്ലാം വളരെയധികം സന്തോഷകരമായിരിക്കും. ബോസി, സ്മൈൽ പ്ലീസ്. ഇനി ഈ ബോസ് ഒരിക്കലും ഒറ്റയ്ക്ക് ചിരിക്കില്ല. ഇനി മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചിരിക്കും. ബോസി, സ്മൈൽ പ്ലീസ്. എല്ലാവരും സ്മൈൽ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.